ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യാവിഭവങ്ങളിലൊക്കെ കിട്ടുന്ന വളരെ രുചികരമായിട്ടുള്ള ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് വൻപയറൊന്ന് കഴുകി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് 2 വിസിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് 300 ഗ്രാം കുമ്പളങ്ങ കഴുകിയെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു പടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക. വൻപയറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ 2 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1 തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ പകുതി തന്നെ 1/2 ഗ്ലാസ്സോളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടിക്ക് പിഴുതെടുത്ത പാലാണ്. തേങ്ങാപ്പാലും ഒഴിച്ചതിന് ശേഷം പിന്നീട് കറി തിളക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് അടച്ചു വെക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങി കറിക്കൊരു പ്രത്യേക രുചി കിട്ടും. പിന്നീട് തുറന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സദ്യയിലെ വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.